അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിലാണ്. എന്തുവാ? അപ്പൊ ആ ക്രിസ്ത്യാനി ചിക്കനോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണമ്മേ. അമ്മേ, അമ്മേ, അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാർ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് വല്ല കടുങ്ങയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്തു വെച്ച എല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? അതിനിങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പോൾ ഈ ഞായറാഴ്ച അവർ വീട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയുകയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കിക്കോ.